السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഫത്ഹിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 24 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അടുത്ത ആയത്ത് ഹുമുൽ ലദീന കഫറു വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി വൽ ഹദിയ മഅകൂഫൻ അൻ യബ്ലുഗ മഹില്ലഹു വലൗലാ റിജാലുൻ മുഅ്മിനൂന ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. الله പറയുകയാണ്, هم الذين كفروا, അവരാണ് الذين كفروا, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ച ആളുകൾ, അവരാണ് കുഫർ ചെയ്ത ആളുകൾ. വസദ്ദൂക്കും, നിങ്ങളെ തടഞ്ഞുവെച്ച ആളുകൾ, തടസ്സപ്പെടുത്തിയവർ. അനിൽ മസ്ജിദിൽ ഹറാം, അൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്. അഥവാ നമ്മൾ പറഞ്ഞിരുന്നു, ഈ സൂറത്തിൽ ഒരുപാട് ആയത്തുകൾ മഹത്തായ ഹുദൈബിയ സന്ധിയെ കുറിച്ചുള്ളതാണ്. ഹുദൈബിയയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സൂറത്തിൻ്റെ തഫ്സീർ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ സീറയുടെ ചരിത്രത്തിൻ്റെ ദർസിലും അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഹുദൈബിയ അത് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളെയും ചതിപ്രയോഗത്തിലൂടെ മുശ്രിക്കുകളിൽ ഒരു കൂട്ടർ, അവരിൽ ചില ആളുകൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അവരെ അള്ളാഹുവിൻ്റെ മഹത്തായ സഹായത്താൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടയക്കാനാണ് കൽപ്പിച്ചത്, ഉത്തരവിട്ടത്. അവരെ ഒന്നും ചെയ്തില്ല. അതിനെക്കുറിച്ചാണ് അള്ളാഹു തൊട്ടു മുമ്പ് നമ്മൾ അവസാനം പഠിച്ച ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവാണ് അവരെ നിങ്ങളിൽ നിന്ന് തടഞ്ഞത്, നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും തടഞ്ഞത്. അഥവാ യുദ്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി മക്കയുടെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്ക് അവരെ കിട്ടിയതിനു ശേഷം വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അതെല്ലാം കണ്ടറിയുന്നവനാണ്. എന്നിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം വിട്ടയച്ച അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, യഥാർത്ഥത്തിൽ അവർ നബിയും സഹാബത്തും അവരോട് യുദ്ധം ചെയ്താൽ അതിന് അർഹതയില്ലാത്ത സാധുക്കളൊന്നുമല്ല അവർ. മറിച്ച് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നു, ഹുമുൽ ലദീന കഫറു, അവർ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചവരാണ്. വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞവരാണവർ. വൽ ഹദിയ, നിങ്ങളെ മാത്രമല്ല, വൽ ഹദിയ, ഹദി എന്നാൽ ബലിമൃഗങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറുക്കാൻ വേണ്ടി തീരുമാനിച്ച ബലിമൃഗങ്ങൾ, അവയെയും തടഞ്ഞവരാണ് അവർ. വൽഹദിയ മഅകൂഫൻ, അത് തടയപ്പെട്ടതായി. അൻ യബ്ലുഗ മഹില്ല, അത് അൻ യബ്ലുഗ എത്താതെ, മഹില്ലഹു അതിനെ അറുക്കേണ്ട സ്ഥലം, അഥവാ മക്കയിൽ വെച്ച് അറുക്കേണ്ട ബലിമൃഗങ്ങളെയും അവർ തടഞ്ഞു, നിങ്ങളെയും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്തുകൊണ്ടാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ യുദ്ധം അനുവദിക്കാതിരുന്നത്, യുദ്ധമില്ലാത്ത അവസ്ഥ അള്ളാഹു വിധിച്ചത് വലൗലാ റിജാലു മുഅ്മിനൂന വനിസാഉ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും, വലൗല ഇല്ലായിരുന്നുവെങ്കിൽ റിജാലു മുഅ്മിനൂൻ മുഅ്മിനുകളായ ചില പുരുഷന്മാർ, വ നിസാഉൻ മുഅ്മിനാത്ത് മുഅ്മിനാത്തുകളായ അഥവാ അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കുന്നവരായ ചില പുരുഷന്മാരും സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ ലം തഅലമൂഹും നിങ്ങൾക്ക് അവരെ അറിയില്ല. അഥവാ മക്കയിൽ മുശ്രിക്കുകളുടെ കൂടെ ഈമാൻ ഉള്ളിൽ ഒളിപ്പിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ മുശ്രിക്കുകളുമായി കൂടിക്കലർന്ന് അവർക്കിടയിലാണ് താമസിക്കുന്നത്. അവർ പ്രത്യേകമായൊരു ഭാഗത്തേക്ക് മാറിയിട്ടില്ല. എങ്കിൽ അവരെ വേറിട്ട് തിരിച്ചറിയാൻ സാധിക്കൂ. യുദ്ധമോ മറ്റോ ഉണ്ടായാൽ അങ്ങനെ സാധിക്കുകയില്ല. കൂടിക്കലർന്നിട്ടാണുള്ളത്. അങ്ങനെ ചിലരുണ്ടായിരുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ ലം തഅലമൂഹും നിങ്ങൾക്ക് അവരെ അറിയില്ല. അൻ തതഊഹും നിങ്ങൾ അവരെ ചവിട്ടി മതിക്കാതിരിക്കാൻ, അഥവാ നിങ്ങൾ യുദ്ധത്തിൽ നിങ്ങളുടെ യുദ്ധത്തിന്റെ പരിക്കും അതുകൊണ്ടുള്ള പോറലുമൊക്കെല്ലാം അവർക്കും ഏൽക്കാതിരിക്കാൻ. അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും? ഫതുസീബക്കും, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഏൽക്കും, മിൻഹും അവരിൽ നിന്ന് മഅറത്തുൻ വലിയ പാപമേൽക്കും. കാരണം അവരെ ഉപദ്രവിക്കുക, അവരെ കൊല്ലുക പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകും യുദ്ധമുണ്ടായാൽ. ബിഗൈരി ഇൽം, അറിവില്ലാതെ നിങ്ങൾക്ക് അവരെ കൊണ്ട് വലിയ തെറ്റ് നിങ്ങൾക്കുണ്ടാകും. അഥവാ അവരെ തിരിച്ചറിയാൻ കഴിയില്ല, അവരും യുദ്ധത്തിനിരയാകും. അള്ളാഹു പറയുന്നു, ലിയുദ്ഖില അല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ. ലിയുദ്ഖില അല്ലാഹ്, അള്ളാഹു പ്രവേശിപ്പിക്കാൻ, ഫീ റഹ്മതിഹി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് റഹ്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധം ഉണ്ടാകാതെ തടഞ്ഞു. നമുക്കറിയാം, ഹുദൈബിയയുടെ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന പല ആളുകളും, ഒരുപാട് പേർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അവന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. യുദ്ധം ഉണ്ടായാലോ ഒരുപാട് പേർ കൊല്ലപ്പെട്ടേക്കും. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചത് അവൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിലേക്കുള്ള വഴികളിൽ നമുക്ക് പ്രയാസം തോന്നിയാൽ അള്ളാഹു അതിൽ വലിയ ഖൈർ, വലിയ നന്മ വച്ചിട്ടുണ്ടാകും. ഹുദൈബിയയുടെ ചരിത്രം അത് മഹത്തായ ചരിത്രമാണ്. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള വിജയ വാഗ്ദാനം മഹത്തരമാണ്. എത്രത്തോളം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അദ്ദേഹം തെറ്റിന്റെ ബാത്തിലിന്റെ ആളുകളുടെ വർത്തമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ ചില സാഹചര്യങ്ങളിൽ. അങ്ങോട്ടത് കേൾക്കാൻ പോയില്ലെങ്കിൽ വരെ ചില സമയത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിഹസിക്കുന്ന, സത്യത്തെ പരിഹസിക്കുന്ന, സുന്നത്തിനെ പരിഹസിക്കുന്ന, ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളുടെയും അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ, അവരുടെ ഉന്നതമായ മര്യാദകൾ, അദബുകളെ, ഇതിനൊക്കെ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചവിട്ടിമതിക്കുകയും ചെയ്യുന്ന വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അതുപോലത്തതൊക്കെ ധാരാളമായി കേട്ട് മനസ്സിന് പ്രയാസം തോന്നിയാൽ അദ്ദേഹം കൂട്ടുകാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായവും വിജയവും വാഗ്ദാനം ചെയ്ത മുസ്ലിമീങ്ങൾക്കും, ഈമാനിനും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വാഗ്ദാനം ചെയ്ത സഹായത്തിന്റെ ആയത്തുകൾ, വാഗ്ദാനത്തിന്റെ ആയത്തുകൾ പദം പറയും, അത് കേൾക്കും. സൂറത്തുൽ ഫത്ഹ്, സുബ്ഹാനല്ലാഹ്, അതിന്റെ തഫ്സീർ, അതിന്റെ മഹത്തരമായ വിശദീകരണം നമ്മൾ വായിച്ചാൽ, ഹുദൈബിയ സന്ധിക്കടയിലുണ്ടായ സംഭവങ്ങൾ പഠിച്ചാൽ വല്ലാത്ത ആശ്വാസമാണ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും, ഇസ്ലാമിനെയും ഈമാനിനെയും സ്നേഹിക്കുന്ന ആളുകൾക്കും ഉണ്ടാവുക. കാരണം അള്ളാഹുവിന്റെ വിജയ വാഗ്ദാനം, അവന്റെ മഹത്തരമായ വാഗ്ദാനം. എന്നാൽ അത് നടക്കുന്ന സമയത്ത്, ഹുദൈബിയയുടെ സമയത്തുണ്ടായ വളരെ പ്രയാസകരമായ സംഭവങ്ങൾ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലായ സാഹചര്യമായിരുന്നു അത് പഠിക്കുക എന്നത് വലിയ ആശ്വാസം നമുക്കുണ്ടാകും. അല്ലാഹു ഇതാ
അവൻ പലരെയും അവൻ്റെ റഹ്മത്തിൽ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ തീരുമാനിച്ചു. അള്ളാഹു പറയുകയാണ്, ലൗ തസയ്യലു ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമാ. ലൗ തസയ്യലു, അവർ മാറിപ്പോയാൽ, അഥവാ കുഫാറുകൾ അവർ വേറിട്ട് മുസ്ലിമീങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ, ഇടകലർന്ന മുസ്ലിമീങ്ങളുടെ കൂടെ അല്ലാതെ അവർ വേറെ ഇവർ വേറെ ആയിരുന്നുവെങ്കിൽ, ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും, അവരിൽ നിന്ന് കാഫറുകളായ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ച ആളുകളെ നാം ശിക്ഷിച്ചേനെ. അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ നാം ശിക്ഷിച്ചേനെ, ഈ ലോകത്തും പരലോകത്തും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇദ് ജഅല അല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിം അൽഹമിയത ഹമിയതൽ ജാഹിലിയ്യ فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما. إذ جعل الله يربط الله إذ جعل يربط അവരാക്കി തീർത്തപ്പോൾ, إذ جعل الذين كفروا, കാഫറുകളായ ആളുകൾ ഉണ്ടാക്കി തീർത്തപ്പോൾ, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, ഫീ ഖുലൂബിഹിമുൽ ഹമിയത, ഹമിയത്ത് അവർ ഉണ്ടാക്കിയപ്പോൾ. ഹമിയത്ത് എന്നാൽ ജാഹിലിയത്തിന്റെ ദുർവാശി, അവരുടെ താൻപോരിമയും അവരുടെ അഹങ്കാരവും ദുർവാശിയും, അതിനാണ് ഹമിയത്ത് എന്ന് പറയുക. അവരുടെ ഹമിയത്ത് അവർ വെച്ചപ്പോൾ. എങ്ങനെയുള്ള ഹമിയത്താണത്? ഹമിയത്തൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ഹമിയത്താണത്. ജാഹിലിയ എന്ന് പറയുന്നത് ഇസ്ലാമിന് മുൻപുള്ള കാലത്തെ കുറിച്ചാണ് ജാഹിലിയ എന്ന് പറയുക. ഇസ്ലാമിന് വിരുദ്ധമായ കാര്യത്തിന് ജാഹിലിയ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ഒരാൾ ഒരു അടിമയുടെ മകനായിരുന്നു. അതുകൊണ്ട് ഉമ്മയായ അടിമയെക്കുറിച്ച് മോശമായി പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ അയാളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഇന്നക മുർഉൻ ഫീക ജാഹിലിയ, നിന്നിൽ ജാഹിലിയത്തുണ്ട് എന്നാണ്, നിന്റെ ജാഹിലിയത്ത് മാറിയിട്ടില്ല എന്ന്. അപ്പൊ ജാഹിലിയ എന്നത് അത് നോക്കൂ, അത് സൂചിപ്പിക്കുന്നത് തന്നെ അത് ജഹാലത്ത് സൂചിപ്പിക്കുന്നു, വിവരക്കേട് സൂചിപ്പിക്കുന്നു. അതുപോലെ അവിവേകം സൂചിപ്പിക്കുന്നു. അവിവേകവും അജ്ഞതയും സൂചിപ്പിക്കുന്ന വാക്കാണ് ജാഹിലിയ. ഇതിന്റെ വിപരീതമാണ് ഇസ്ലാം. ഇസ്ലാം അറിവിന്റെ ദീനാണ്, അത് വിവേകത്തിന്റെ സാലിഹായ അമലിന്റെ ദീനാണ്. ജാഹിലിയത്തിന്റെ ഈ ദുർവാശി അവർ അവരുടെ ഹൃദയങ്ങളിൽ വെച്ചപ്പോൾ എന്തായിരുന്നു അവർ ജാഹിലിയത്തിന്റെ ദുർവാശി വെച്ചു എന്ന് പറഞ്ഞത്? അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹുദൈബിയയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉംറ ലക്ഷ്യമാക്കിയാണ് ഹിജ്റ 6-ാമത്തെ വർഷം അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തതിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യുമെന്ന് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത് ഹിജ്റ 6-ാമത്തെ വർഷം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുറൈശികളോട് സംസാരിക്കാൻ ഉസ്മാനെ പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഈ ബൈത്തിനെ തഅളീം ചെയ്യാൻ, ഇതിനാദരിക്കാൻ തവാഫും സഅയും ചെയ്ത് ഉംറ ചെയ്ത് തിരിച്ചു പോകാൻ വന്നതാണ്. പക്ഷേ ഖുറൈശികളെ അവരുടെ ഹൃദയത്തിൽ ജാഹിലിയത്തിന്റെ ഹമിയത്ത് കൂടി. അവർ പറഞ്ഞു, ഇപ്പൊ മുഹമ്മദിനെയും കൂട്ടരെയും ഉംറ ചെയ്യാൻ വിട്ടാൽ ജനങ്ങൾ മുഴുവൻ പറയും ഞങ്ങളെ തോൽപ്പിച്ച് മുഹമ്മദ് മക്കയിലേക്ക് പ്രവേശിച്ചു എന്ന്. അതുകൊണ്ടാണ് അവർ കരാർ എഴുതാൻ വേണ്ടി സുഹൈലിന് പറഞ്ഞേക്കുമ്പോൾ ഖുറൈശികൾ പറഞ്ഞു, എന്തെഴുതിയാലും ഇക്കൊല്ലം ചെയ്യാൻ വിടാൻ പാടില്ല, അടുത്ത കൊല്ലം വന്ന് ചെയ്തോട്ടെ, അടുത്ത കൊല്ലം വന്ന് ചെയ്യട്ടെ, ആയുധമില്ലാതെ, സാധാരണ അറബികൾ കയ്യിൽ സൂക്ഷിക്കുന്ന വാളല്ലാതെ മറ്റൊന്നുമില്ലാതെ അടുത്ത കൊല്ലം വരട്ടെ, 3 ദിവസം മക്കയിൽ താമസിച്ച് തിരിച്ചു പോകാം, കൊല്ലം പറ്റൂല, അതെങ്ങനെ എഴുതരുത് എന്ന് സുഹൈലിനെ അവർ ചട്ടം കെട്ടിയാണ് വിട്ടത്, സുഹൈൽ ഇബ്നു അംറിനെ. അതവരുടെ ദുർവാശിയിൽപ്പെട്ട കാര്യമാണ്. അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് വന്നതാണ്. ഖുറൈശികൾ സൈന്യത്തെ ഒരുക്കിയെന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. എന്ത് ഈ പ്രഖ്യാപനം, ഞങ്ങൾ ഉംറക്ക് വന്നതാണ്. ഖുറൈശികൾക്ക് യുദ്ധം ചെയ്ത് യുദ്ധം അവരെ തളർത്തിയില്ലേ? ഇനി എന്തിനാണ് അവർ
അവർക്ക് എന്നെയും ജനങ്ങളെയും വിട്ടുകൂടെ പറഞ്ഞാൽ എന്നെയും മറ്റുള്ള ജനങ്ങളെയും അവർ വിട്ടേക്കുക, ഞാൻ അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കട്ടെ, എത്തിച്ചു കൊടുക്കട്ടെ. യുദ്ധം ഖുറൈശികളെ തളർത്തിയിട്ടുണ്ട്, ഇനി എന്തിനാണ് അവരെന്നോട് യുദ്ധം ചെയ്യുന്നത്? ജനങ്ങൾ ഇത് സ്വീകരിക്കട്ടെ, അവരത് സ്വീകരിക്കുമോ എന്നവർ നോക്കട്ടെ, എന്നിട്ട് അവർക്കും വേണമെങ്കിൽ അതിൽ പ്രവേശിക്കാം. അതല്ലേ അവരെ ഞാൻ വിടുകയില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അങ്ങനെ എന്നാൽ ഖുറൈശികൾ ഈ ഹമിയത്ത് പ്രകടമാക്കി. ആ ഹമിയത്തിൽപ്പെട്ടതാണ് കരാർ എഴുതുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ. പ്രസിദ്ധമായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ സുഹൈൽ പറഞ്ഞു, മാ നദ്രി മർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം എന്ന് ഞങ്ങൾക്കറിയില്ല. വലാകിൻ ഉക്തുബ് കമാ കുൻത തക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, നീ എഴുതിക്കോ ബിസ്മിക അല്ലാഹുമ്മ. മുമ്പ് എഴുതാറുണ്ടായിരുന്നത് പോലെ അള്ളാഹു നിന്റെ പേരിൽ. അള്ളാഹുവിന്റെ സിഫത്തുകളെ അവർ നിഷേധിക്കുകയാണ്. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് ആദാ മാ സാലഹഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സുഹൈൽ ഇബ്നു അംറുമായി ഉണ്ടാക്കിയ കരാർ എന്ന് എഴുതാൻ അലിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞു, ഈ അള്ളാഹിന്റെ റസൂലാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ സുൽഹിന്റെ തന്നെ ആവശ്യമില്ല, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുമായിരുന്നില്ല. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്ന് എഴുതിക്കോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, നിങ്ങളത് നിഷേധിച്ചാലും ഉക്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്, നിങ്ങൾ അതിനെ നിഷേധിച്ചാലും എഴുതിക്കോ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മായ്ച്ചു എന്നത് മായ്ക്കാൻ അലിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇതെല്ലാം അവരുടെ ഹമിയത്താണ്, അവരുടെ ജാഹിലിയത്തിന്റെ ദുർവാശിയും അവരുടെ അഹങ്കാരവുമാണ്. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, ഇജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയത്തൽ ജാഹിലിയ. കാഫറുകളായ ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ ജാഹിലിയത്തിന്റെ ഹമിയത്ത് വെച്ചു പുലർത്തിയപ്പോൾ ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. ഫഅൻസലല്ലാഹ്, അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു, അള്ളാഹു ഇറക്കി സകീനതഹു, അവന്റെ സമാധാനം, അവങ്കിൽ നിന്നുള്ള സകീനത്ത് അള്ളാഹു ഇറക്കി, അലാ റസൂലിഹി, അവന്റെ റസൂലിന്, വഅലൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്കും. അഥവാ മുശ്രിക്കുകളുടെ ഈ വളരെ മോശമായ പെരുമാറ്റത്തിൽ അവരുണ്ടാക്കിയ പ്രകോപനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണില്ല. അവിടുന്ന് സബർ കൈക്കൊണ്ടു, സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചു. അള്ളാഹുവിന്റെ ബൈത്തിനോടും അവന്റെ ഹറമാകുന്ന ആ പ്രദേശത്തോടുമുള്ള അതിനോടുള്ള ആദരവും അതിനെ ബഹുമാനിക്കുക, അതുപോലെ അവിടെ ഉള്ള മുസ്ലിമീങ്ങൾ ഇവരൊക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചു. മുഅ്മിനീങ്ങളും സ്വീകരിച്ചു. അവർക്ക് പ്രയാസമുണ്ടായി, എന്നിട്ടും അവർ സ്വീകരിച്ചു. ഹദീസിന്റെ കിതാബുകളിൽ അതുപോലെ തഫ്സീറിന്റെ കിതാബുകൾ കാണാം, മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു ബൈത്ത് കഅബ തവാഫ് ചെയ്യുമെന്ന്. ആ സ്വപ്നം കണ്ട് അതിനനുസരിച്ചിട്ടാണ് ഈ പോകുന്നത്, അള്ളാഹുവിന്റെ വഹിയാണ്. എന്നിട്ടാണ് തടയപ്പെടുന്നത്, അങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, നീങ്ങാൻ സാധിക്കുന്നില്ല, ഈ പ്രാവശ്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന് കരാർ എഴുതേണ്ടി വരുന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം എന്ന് കരാർ എഴുതേണ്ടി വന്നു. അതിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കിയ കാര്യം സൂറത്തുൽ മുംതഹനയിൽ നമ്മൾ പഠിച്ചതാണെന്ന് മറക്കരുത്. സ്ത്രീകൾ വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചയക്കാൻ പാടില്ല എന്ന ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം അവരൊരിക്കലും മുശ്രിക്കുകൾക്ക് യോജിച്ചതല്ല, അവർക്ക് ഹലാലാവുകയില്ല, ഇവരവർക്കും. സൂറത്തുൽ മുംതഹനയിലെ ആയത്തുകൾ ആ സമയത്ത് അവതരിച്ചതാണ്. അല്ലാത്തവർ വന്നാൽ അവരെ തിരിച്ചയക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി. വലിയ പ്രയാസം മുസ്ലിമീങ്ങൾക്ക്. ആ സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അബൂജന്തൽ വരുന്നതും, അബൂജന്തൽ ചങ്ങലയിൽ ബന്ധിതനായി വരുന്നതും, എന്നെ ഏറ്റെടുക്കണം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനോട് പറയും, സുഹൈലിന്റെ മകനാണ് അബൂജന്തൽ. കരാർ എഴുതുന്ന സുഹൈലിനോട്, സുഹൈലെ ഇതാ നമ്മളിത് പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എഴുതി കഴിഞ്ഞിട്ടില്ല, അബൂജന്തലിന്റെ കാര്യം എനിക്ക് ഒഴിവാക്കി തരണം. സുഹൈൽ പറഞ്ഞു, ഒരിക്കലും ഒഴിവാക്കി തരില്ല, ഇത് നീ ലംഘിച്ചാൽ ഇനിയൊരു കരാറുമില്ല, ഒരു സുൽഹുമില്ല എന്ന് സുഹൈൽ പറഞ്ഞു. അബൂജന്തൽ ചോദിക്കാണ്, മുസ്ലിമീങ്ങൾ ഒച്ചത്തിൽ വിളിച്ച് ചോദിക്കാണ്, നിങ്ങൾ എന്നെ തിരിച്ചയക്കാണോ? അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറെ പീഡനങ്ങൾ സഹിച്ചു, ചങ്ങലയിലാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ
കാൽമുട്ടിൽ വീണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ചോദിച്ച രംഗങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു. ഉമർ ശക്തമായി സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും പറയുകയുണ്ടായി. നബിയെ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലേ? അതെ. താങ്കൾ നമ്മൾ ഹക്കായ ദീനിലും അവർ ബാത്തിലായ ദീനിലുമല്ലേ? പിന്നെന്തുകൊണ്ടാണ് നമുക്ക് ദീനിൽ നിന്യത വരുന്നത്? അങ്ങ് സ്വപ്നം കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ വർഷം ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നീ അവിടെ ചെല്ലും, തവാഫ് ചെയ്യുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പോയി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അബൂബക്കർ മറുപടി പറഞ്ഞു, ഇക്കൊല്ലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല, അള്ളാഹു നബിയെ പാഴാക്കുകയുമില്ല, നബിയെ കൈവിടുകയുമില്ല. നീ നബിയെ മുറുകെ പിടിച്ചോളൂ, നബിയെ നീ പിൻപറ്റിക്കോളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ പറഞ്ഞത് കാണാം, ഞാൻ അതിനുശേഷം അന്ന് ആ പറഞ്ഞു പോയ വാക്കിന് പരിഹാരമായി ഞാൻ കുറേ നോമ്പും കുറേ അടിമമോചനമൊക്കെ ചെയ്തിരുന്നു. അന്നാ പറഞ്ഞു പോയത് കടുത്ത വാക്കുകളാണെന്ന് പേടിച്ച് പിന്നീട് ഞാൻ ഒരുപാട് അമലുകൾ അത് അള്ളാഹു എനിക്ക് പുറത്തുതരാൻ വേണ്ടി ചെയ്തിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇങ്ങനെ കടുത്ത പ്രയാസങ്ങൾ മുസ്ലിമുകൾക്കുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തടയപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവിടെ വെച്ച് ബലിമൃഗത്തെ അറുക്കുക, മുടിയെടുക്കുക. റസൂലുള്ളാഹി കൽപ്പിച്ചു എല്ലാവരോടും, ബലിമൃഗത്തെ അറുക്കുക, മുടിയെടുക്കുക. എഴുന്നേൽക്കൂ, നിങ്ങളങ്ങനെ ചെയ്യൂ. ഒരാളും എഴുന്നേൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞു, ആരും എഴുന്നേൽക്കുന്നില്ല. മൂന്നാമതും പറഞ്ഞു, ആരും എഴുന്നേൽക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ അടുത്തേക്ക്, ഭാര്യയുടെ ഉമ്മു സലമയുടെ അടുത്തേക്ക് കയറിപ്പോയി ജനങ്ങളിൽ നിന്നുണ്ടായ അനുഭവം പറയാൻ. ഉമ്മു സലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അവർക്ക് എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാലോ, എന്താണ് അവരുടെ പ്രയാസമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരെല്ലാം ഇത് താങ്കൾ അനുസരിക്കുന്നത് കാണണോ? താങ്കൾ ഒരാളോടും മിണ്ടണ്ട, പുറത്തിറങ്ങിപ്പോയി താങ്കളുടെ ബലിമൃഗത്തെ അറുക്കുക, മുടിയെടുക്കുന്ന ആളെ വിളിച്ച് താങ്കളുടെ മുടിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ പറഞ്ഞതുപോലെ പുറത്തിറങ്ങി, ആരോടും മിണ്ടില്ല. റസൂൽ അറുത്തു, മുടിയെടുത്തു. സഹാബത്ത് എല്ലാവരും അതുപോലെ ചെയ്തു. ഒരാൾ മറ്റേ ആൾക്ക് മുടിയെടുത്തു കൊടുക്കുകയാണ്, വളരെ സങ്കടത്തിൽ. ഹദീസിന്റെ കിതാബുകൾ കാണാം, കത്തികൊണ്ട് ആളെ കൊല്ലുമെന്നതുപോലെ ഉണ്ട്. അവർ സങ്കടത്തിലാണ്, ആ പ്രയാസത്തിലാണ് അവർ പരസ്പരം മുടിയെടുക്കുന്നത്, പരസ്പരം അപകടപ്പെടുത്തും എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ട് ആളെ മുറിച്ചു പോകും എന്ന അവസ്ഥയിൽ ആയിരുന്നു അവർ. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ സൂറത്ത്, മഹത്തായ സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. ഹുദൈബിയ വലിയ വിജയത്തിന് കാരണമായി. അതാണ് മുശ്രിക്കുകളുടെ പ്രകോപനങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും മുഅ്മിനീങ്ങളും വീണില്ല. അള്ളാഹു പറഞ്ഞു, فأنزل الله سكينته على رسوله وعلى المؤمنين. അള്ളാഹു അവന്റെ സമാധാനം അവന്റെ റസൂലിനെ മേലും മുഅ്മിനീങ്ങൾക്ക് മേലും ഇറക്കി. വഅൽസമഹും, അവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. കലിമത തഖ്വ, തഖ്വയുടെ വാക്കിനോട് അവരെ ചേർത്തു നിർത്തി, അതിൻ്റെ ആളുകളാക്കി ഉറപ്പിച്ചു നിർത്തി. കലിമത്തു തഖ്വ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. അൽഹംദുലില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനോട്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ വാചകത്തോട്, ഇഖ്ലാസിൻ്റെ വാചകത്തോട് അതിനോട് കൂറുള്ളവരാക്കി, അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാക്കി. അതാണ് വഅൽസമഹും കലിമത്ത തഖ്വ. തഖ്വ എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിലക്കിയ കാര്യങ്ങൾ വെടിയുകയും ചെയ്യുക എന്നതാണ് തഖ്വ. അതിൻ്റെ വാചകം എന്നാൽ ഇസ്ലാമിൻ്റെ വിശ്വാസവാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. അതിനോട് അവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. വകാനൂ അഹഖ ബിഹാ വഅഹ്ലഹ. അള്ളാഹു പറയുന്നു, അവർ അഥവാ നബിയും സഹാബത്തും അവരാണ് അഹഖ ബിഹ, അതിനർഹതപ്പെട്ടവർ. ആ കലിമത്തു തഖ്വ, ഇഖ്ലാസിന്റെ വാചകം, ഇസ്ലാമിന്റെ അടിസ്ഥാന വാചകത്തിന്റെ അതിനർഹരായവർ. വഅഹ്ലഹ, അതിന്റെ ആളുകൾ അവരാണ്. അള്ളാഹു അവരെ അതിനോട് ചേർത്ത് നിർത്തി. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. തീർച്ചയായും അള്ളാഹു ബികുല്ലി ഷൈഇൻ അലീമ, എല്ലാ കാര്യവും അറിയുന്നവനാണ്. അഥവാ ആർക്കാണ് നന്മക്കുള്ള തൗഫീഖ് കൊടുക്കേണ്ടത്, ഈമാൻ സ്വീകരിക്കാനുള്ള ഭാഗ്യം ആർക്കാണ് യോജിച്ചത്, അള്ളാഹ്ക്കറിയാം. അതിന് ഭാഗ്യമില്ലാത്തവരാരാണ്, അള്ളാഹുവിനറിയാം.
അതിനർഹതയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്താൽ അവൻ അതിന് തൗഫീഖ് നൽകുന്നത് സ്വീകരിക്കാൻ. അല്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ പരിപൂർണമായ നീതി അനുസരിച്ച് അവൻ അവരെ കൈവെടിയുന്നു, അവർക്കത് അവൻ നൽകുകയില്ല. അവൻ്റെ വിധി ഒന്നുകിൽ നീതി അല്ലെങ്കിൽ ഔദാര്യം, അതിനപ്പുറത്തൊന്നും ഉണ്ടാകുകയില്ല. അവൻ വിധിച്ച ഏത് കാര്യവും ഒന്നുകിൽ അതിലാണ്, നീതിയാണ്, അല്ലെങ്കിൽ നീതിക്കപ്പുറത്ത് അവൻ്റെ ഔദാര്യം കൂടിയാണ്, അധികമായി അവൻ നൽകും. മുഅ്മിനീങ്ങൾക്ക് അവൻ ഈമാൻ സ്വീകരിക്കാൻ, ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്ന അവൻ്റെ ഔദാര്യമാണ്, അവൻ നൽകുന്ന ഭാഗ്യമാണ്. അതിന് സാധിക്കാത്തവരോട് അള്ളാഹു അനിയതി ചെയ്തിട്ടില്ല, അവർക്കതിന് അർഹതയില്ല. ഇത് അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലും റഹ്മത്തുമാണ്, അവൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം പറയുന്നു, ലഖദ് സദഖല്ലാഹു റസൂലഹു الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا لقد صدق الله തീർച്ചയായും അള്ളാഹു പറഞ്ഞത് സത്യമാണ്. റസൂലഹു അവൻ്റെ റസൂലിനോട് അർറുഇയാ ബിൽ ഹഖ്, റുഇയ എന്നാൽ സ്വപ്നമാണ്, നല്ല സ്വപ്നത്തിനാണ് റുഇയ എന്ന് പറയുക. ബിൽ ഹഖ് അത് യാഥാർത്ഥ്യവുമായി കൊണ്ട് സത്യമാണ്. അള്ളാഹു ആ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു എന്നത് ആ സ്വപ്നം സത്യമാണ്. എന്തായിരുന്നു ആ സ്വപ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ ചെല്ലുകയും കഅബ തവാഫ് ചെയ്യുകയും ഉംറ നിർവഹിക്കുകയും ചെയ്യുമെന്ന സ്വപ്നം. അത് അള്ളാഹു പറഞ്ഞത് കളവല്ല, അള്ളാഹു സത്യമേ പറയൂ. അത് ഈ വർഷം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ ഉണ്ടായിട്ടില്ല, ചെയ്യുമെന്നേ ഉള്ളൂ. ഈ വർഷമല്ല അള്ളാഹു അത് വിധിച്ചത്, മറിച്ച് ഈ വർഷം അത് തടയപ്പെട്ടു. പക്ഷെ ആ തടയപ്പെട്ടത് വലിയ ഖൈറിന് വേണ്ടിയാണ്, വലിയ നന്മക്ക് വേണ്ടിയാണ്. നബിമാരുടെ സ്വപ്നം അത് വഹിയാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്. ഇസ്മാഈലിനെ അറുക്കാൻ ഇബ്രാഹിമിനെ അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തതാണ് അലൈഹിമു സ്വലാത്തു വസ്സലാം. എന്നാൽ മറ്റാരുടെയും സ്വപ്നം ദീനിൽ തെളിവല്ല, ദീനിൽ തെളിവാക്കാൻ പറ്റില്ല. സ്വപ്നം സത്യമാകാം, പക്ഷെ അത് ഒരാൾക്ക് ദീനാക്കാൻ പറ്റില്ല. ഞാനിന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ അയാൾ എത്ര സാലിഹായ മനുഷ്യനാണെങ്കിലും നമുക്ക് ദീനിൽ അതുകൊണ്ട് ഒരു നിയമവും പുതുതായി ഉണ്ടാവുകയില്ല, ദീൻ പൂർത്തിയായിരിക്കുന്നു. സ്വപ്നം നല്ല സ്വപ്നം ഉണ്ടാകാം, മോശം സ്വപ്നം ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ളതാണ് നല്ല സ്വപ്നം, റുഇയ സാലിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വല്ലതും കണ്ടാൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് പറയുക. നിങ്ങളുടെ അസൂയൊന്നും ഇല്ല എന്ന് തോന്നുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നല്ല ആളുകളോട് പറയാം നല്ല സ്വപ്നം കണ്ടാൽ. മോശം സ്വപ്നം കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പിശാചിൽ നിന്നാണ്. ഒരാളോടും നിങ്ങൾ അത് പറയരുത്, മറിച്ച് നിങ്ങൾ പിശാചിനോട് അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ഇടതുഭാഗത്ത് 3 തവണ ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ചെറുതായി ഊതുക. അത് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുൻഗാമികൾ ചിലർ പറയാറുണ്ട്, ഞാൻ സ്വപ്നം കണ്ട് പേടിച്ച് വല്ലാത്ത പേടി എനിക്ക് തോന്നാറുണ്ടായിരുന്നു ഈ ഹദീസ് കേൾക്കുന്നത് വരെ. ഈ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ മോശമായ സ്വപ്നം അത് പറയരുത്, അത് ചിലപ്പോൾ വലിയ അപകടം ഉണ്ടാക്കിയേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറുഇയ അലാ റിജ്ലി താഇരിൻ ഫഇദാ ഉബ്ബിറത് വഖഅത്. സ്വപ്നം ഒരു പക്ഷിയുടെ കാലിന്മേലാണ്, അത് പറയപ്പെട്ടാൽ അത് താഴേക്ക് വീണു, അഥവാ അത് സംഭവിച്ചു. മോശം സ്വപ്നം പറയരുത്. പല ആളുകൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായ സ്വപ്നം, പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നത് പോലെ, അപകടം ഉണ്ടാകുന്നത് പോലെയുള്ള സ്വപ്നം കണ്ടു, അത് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. പറയരുത്. മോശം സ്വപ്നം കണ്ടോ അത് മിണ്ടരുത്, ഒരാളും പറയരുത്. അള്ളാഹുവിനോട് രക്ഷ തേടി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് 3 തവണ തുപ്പ, ഇൻഷാ അല്ലാഹ് ഒന്നും സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ നല്ല സ്വപ്നം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണത്. അത് പ്രിയപ്പെട്ട ആളുകളോട് പറയാം. ചില ആളുകൾക്ക് തോന്നിവാസം നല്ലതായിരിക്കും, അങ്ങനത്തത് പറയുക എന്നല്ല, മറിച്ച് നന്മയെ ഒരു മുസ്ലിമിന് നല്ലതായി തോന്നുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാവൂ. തിന്മയെ, വൃത്തികേടിനെ അവൻ ഇഷ്ടപ്പെടുകയോ നല്ലതായി കാണുകയോ ചെയ്യാൻ പാടില്ല.
لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين. അള്ളാഹു പറയുന്നു ലതദ്ഖുലുന്ന, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ലതദ്ഖുലൂന എന്ന് പറയുന്നതിനേക്കാൾ ഉറപ്പുള്ള ഒരു രൂപമാണ് ലതദ്ഖുലുന്ന എന്ന് പറഞ്ഞാൽ. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇവിടെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് തഹ്ഖീഖിന് വേണ്ടിയാണ്, ഉറപ്പിക്കാനാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാണ്? ഇസ്തിസ്നാഇന് വേണ്ടിയാണ്. അഥവാ ഞാനീ പറയുന്ന ഉറപ്പില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലേ ഉള്ളൂ എന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ടല്ല, മറിച്ച് അത് ഉറപ്പാണ് എന്ന അർത്ഥത്തിലാണ്. എങ്ങനെ പ്രവേശിക്കും? ആമിനീൻ, നിർഭയരായി പ്രവേശിക്കും. നിർഭയത്വം അള്ളാഹിന്റെ വലിയ അനുഗ്രഹമാണെന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അത് അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത്. നിർഭയത്വം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. പേടിയില്ലാതെ നമ്മളൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും നിർഭയത്വം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അവരെ അള്ളാഹു മുസ്ലിമീങ്ങൾ എല്ലാ ശത്രുക്കളുടെ കെണിയിൽ നിന്നും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാകട്ടെ. ആമീൻ. നിർഭയരായി പ്രവേശിക്കും. മുഹല്ലിഖീന റൂസക്കും, നിങ്ങളുടെ ശിരസ് തല അത് വടിച്ചുകൊണ്ട്, അഥവാ തല വടിക്കുക എന്നുള്ളത് ഇഹ്റാമിലായിരിക്കെ വടിക്കുകയില്ല, മറിച്ച് അത് പൂർത്തിയാക്കും ഉംറ. എന്നിട്ട് നിങ്ങൾ മുടിയെടുക്കും. എങ്ങനെ? തഹ്ലീഖ് എന്നാൽ മുടി പൂർണ്ണമായി വടിക്കലാണ്, മൊട്ടയടിക്കലാണ്. നിങ്ങളുടെ തല പൂർണ്ണമായി മൊട്ടയടിച്ചുകൊണ്ടും വ മുഖസ്സിരീൻ, മുഖസ്സിരീൻ എന്നാൽ മുടി മുറിച്ചുകൊണ്ടും, അഥവാ ഉംറ കഴിഞ്ഞാൽ തഹല്ലുലാകാൻ, ഉംറയിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടക്കാൻ. ഉംറയിൽ നമുക്ക് പലതും പാടില്ല. ഉംറക്ക് നമുക്ക് അവയവങ്ങൾക്കനുസരിച്ച് തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, നഖമോ മുടിയെടുക്കാൻ പാടില്ല, ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല, വിവാഹം പാടില്ല, വിവാഹാലോചന പാടില്ല. പക്ഷേ ഇഹ്റാമിൽ നിന്ന് പുറത്തു വന്നാൽ, തവാഫും കഴിഞ്ഞ് സഅയും കഴിഞ്ഞാൽ മുടിയെടുത്താൽ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി, തഹല്ലുലായി. രണ്ടു വഴിയുണ്ട് അതിന്. ഒന്നുകിൽ മുടി പൂർണ്ണമായും എടുക്കുക, മൊട്ടയടിക്കുക, അല്ലെങ്കിൽ മുടി മുറിക്കുക. തലയുടെ എല്ലാ ഭാഗത്തുനിന്നും മുറിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മുറിക്കലല്ല, എല്ലാ ഭാഗത്തു നിന്നും മുറിക്കുക. അങ്ങനെയും ഇഹ്റാമിൽ നിന്ന് പുറത്തു പോകാം. മുടി പറ്റ എടുത്തുകൊണ്ട് മൊട്ടയടിച്ചുകൊണ്ട് പുറത്തു പോകാം. ഏറ്റവും ശ്രേഷ്ഠം പൂർണ്ണമായി എടുക്കലാണ്. കാരണം അള്ളാഹു അതാണ് ആദ്യം പറഞ്ഞത്, മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ. ആദ്യം മുഖസ്സിരീൻ എന്നല്ല പറഞ്ഞത്, ആദ്യം മുഹല്ലിഖീൻ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, മൊട്ടയടിക്കുന്ന അഥവാ ഹറാമിന് ശേഷം മുടി പൂർണ്ണമായി എടുക്കുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ വൽ മുഖസ്സിരീൻ, മുടി മുറിക്കുന്നവർക്കും മൊട്ടയടിക്കാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, പൂർണ്ണമായി എടുക്കുന്ന മൊട്ടയടിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. മൂന്നാമത്തെയോ നാലാമത്തെ തവണ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ മുഖസ്സിരീൻ, മുടി മുറിക്കുന്നവർക്കും. കാരണം അള്ളാഹുവിന് വേണ്ടി മുടി മനുഷ്യന്റെ സൗന്ദര്യമാകുന്ന, അവന് ഭംഗിയായി അള്ളാഹു നൽകിയിട്ടുള്ള മുടി പൂർണ്ണമായി എടുക്കുക എന്നത് അവർ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മമാണ്, ത്യാഗമാണത്. അതുകൊണ്ട് അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. അത് മുറിക്കുക എന്നതിന് അതിനേക്കാൾ കുറച്ചാണ് പ്രതിഫലം. രണ്ടായാലും ശരിയാണ്. ഒരാളത് മുടി മുറിച്ചേ ഉള്ളൂ, മൊട്ടടിച്ച് നമുക്ക് അത് ആക്ഷേപിക്കാൻ പറ്റില്ല. മുസ്തഹബായ നിർബന്ധമല്ലാത്തൊരു കാര്യം ഒരാൾ ഒഴിവാക്കി നമുക്ക് അയാൾ ആക്ഷേപിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല ആൾക്ക് പറയാം അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് പറയാമെന്നല്ലാതെ മുസ്തഹബായ നിർബന്ധമല്ലാത്ത ഏതൊരു കാര്യം, അത് ഇതല്ല ഏതാകട്ടെ, ഫർദല്ലാത്തൊരു കാര്യം ഒരാൾ ഒഴിവാക്കി നമുക്ക് അയാൾ ആക്ഷേപിക്കാൻ ദീനിൽ വകുപ്പില്ല. അല്ല, ഒരു കാര്യം മുസ്തഹബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ചെയ്യാത്തവനെ നമുക്ക് ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. ഇത് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കാൻ പാടില്ല. സുന്നത്തിനോടുള്ള ഒരു വിമുഖത, അതിനോടുള്ള വെറുപ്പ് കൊണ്ട് ഉപേക്ഷിക്കുക എന്നത് വലിയ തെറ്റായി മാറും. അത് വേറെ കാര്യം. പക്ഷെ ഒരാൾക്ക് ആ സുന്നത്തിനോടുള്ള വെറുപ്പല്ല, അയാൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്, അയാൾക്കതാണ് ഇപ്പോൾ സൗകര്യമെന്ന് തോന്നുന്നത്, അങ്ങനെ ഒരാൾ ചെയ്യുന്നു, അതിൽ തെറ്റില്ല. അതാണ് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, ഇനി അത് നിർബന്ധമില്ലേ? അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിച്ചത്. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ, അള്ളാഹു ആദ്യം അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൊട്ടയടിച്ചു മുടിയെടുത്തവരുമായി
ഉണ്ടാകും അവിടെ. ലാ തഖാഫൂൻ, നിങ്ങൾ പേടിക്കുകയില്ല. നോക്കൂ, ആമിനി നിർഭയരായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞു, ലാ തഖാഫൂൻ എന്ന് പിന്നെയും പറഞ്ഞു. എന്തുകൊണ്ടാണത്? അവിടെ കയറുമ്പോൾ നിങ്ങൾ നിർഭയരായിരിക്കും, എന്നിട്ട് നിങ്ങൾ അവിടെ കഴിയും, അപ്പോൾ നിങ്ങൾ ആരും പേടിക്കാതെയാണ് അവിടെ കഴിയുക. അള്ളാഹു പറയുന്നു, ഫഅലിമ മാ ലം തഅലമു, നിങ്ങൾക്കറിയാത്തത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഫജഅല, അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു, മിൻ ദൂനി ദാലിക, അതിനുശേഷം അതിനു പുറമെ ഫതൻ ഖരീബ, അടുത്ത വിജയം അള്ളാഹു സുബ്ഹാനഹു വതആല ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹുദൈബിയ സന്ധി ഉണ്ടായ 6ാമത്തെ വർഷത്തിനു ശേഷം പിറ്റേ വർഷം 7ാമത്തെ വർഷം ഹിജറ 7ാം വർഷം ദുൽഖഅദ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറക്ക് പുറപ്പെട്ടു. കരാറനുസരിച്ച് ഉംറത്തുൽ ഖദാ എന്നാണ് ആ ഉംറ അറിയപ്പെടുന്നത്. നബിയും സഹാബത്തും പുറപ്പെട്ടു. അവർ ആയുധങ്ങൾ ഈ പറഞ്ഞതുപോലെ മക്കക്കടുത്ത് ഒരു സ്ഥലത്ത് വച്ചു. എന്നിട്ട് അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ആയുധം മാത്രം എടുത്താണ് പിന്നെ മക്കയിലേക്ക് പ്രവേശിച്ചത്. മക്കയിലേക്ക് നബിയും സഹാബത്തും വരികയാണ് ഉംറ ചെയ്യാൻ കരാറനുസരിച്ച്. മക്കക്കാർ അവരിലെ പ്രമാണിമാരും ഏമാന്മാരും ഒക്കെ എന്ത് ചെയ്തു? പുറത്തുപോയി കളഞ്ഞു. കാണണ്ട, നബിയും സഹാബത്തിനെയും കാണാൻ അത്രയും കടുത്ത അവരുടെ വെറുപ്പും വിദ്വേഷവും കൊണ്ട്, അവരുടെ അഹങ്കാരം കൊണ്ട് വലിയ വലിയ ആളുകളൊക്കെ എന്തായി? മക്കോട്ട് പോയി. ഓൻ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയില്ല ചില ആളുകൾ, എന്ന് പറഞ്ഞതുപോലെ പോയി കളഞ്ഞു. എന്നാൽ അങ്ങനെയല്ലാത്ത സാധാരണക്കാരായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം അവരുടെ വീടുകളിലും വഴിയോരങ്ങളിൽ നിന്ന് നോക്കുകയാണ് ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും വരുന്നത്. അവിടുന്ന് തൻ്റെ ഒട്ടകപ്പുറത്ത് ഹുദൈബിയയിൽ പോയ അതേ ഒട്ടകം ഖസ്വ, അത് നമ്മൾ പറഞ്ഞില്ലേ, ആ വർഷം അങ്ങോട്ടേക്ക് നീങ്ങിയില്ല, അവിടെ നിന്നു. പണ്ട് ആനയെ പിടിച്ചു വെച്ചവൻ ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധമില്ലാതിരിക്കാൻ. ആ ഖസ്വാഇന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ അതിന്റെ സിമാം, അതിന്റെ കടിഞ്ഞാൻ പിടിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിൽക്കുന്നു. നബിയെ ആരും ദ്രോഹിക്കരുത് എന്ന നിലക്ക് അവർ കഅബയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നബിക്കും സഹാബത്തിനും വിവരം കിട്ടി, മുശ്രിക്കുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദിനും കൂട്ടർക്കും മദീന മുമ്പ് കാലത്ത് പനിയുടെ നാടായിരുന്നു, പനിയും രോഗങ്ങളും ഒക്കെ വരുന്ന നാടായിരുന്നു. നബി സഹാബത്തും പോയപ്പോൾ പല സഹാബത്തിനും പനി വന്നു. ബിലാലിനും അബൂബക്കർ സിദ്ദീഖിനും ഒക്കെ. ബിലാലൊക്കെ അബൂജഹലിനെയും കൂട്ടരെ ശാപിച്ചിട്ട് കവിത പാടി, നല്ല ആ നാട്ടിൽ നിന്ന് ഈ പനിയുള്ള നാട്ടിലേക്ക് ഞങ്ങൾ വരേണ്ട വന്നല്ലോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മക്കയിൽ നീ ബറക്കത്ത് ചെയ്തുപോലെ മദീനയിൽ നീ ബറക്കത്ത് നൽകണമേ, ഇതിന്റെ ഹുമ്മ ഇവിടെയുള്ള ഈ പനി ജുഹ്ഫ എന്ന നാട്ടിലേക്ക് നീ നീക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു മദീനയിൽ. പിന്നെ അതിനുശേഷം അതുപോലെ കുറേ ആളുകൾക്ക് അപകടമുണ്ടാകുന്ന രൂപത്തിൽ പനിയും പകർച്ചവ്യാധികളും ഉണ്ടാകാറില്ല. അങ്ങനെ ആ പനി ബാധിച്ച് ആകെ എല്ലും തോലുമായിട്ടുണ്ട് നബിയും സഹാബിമാരും എന്ന് മുശ്രിക്കുകൾ പറഞ്ഞുണ്ടാക്കിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ തവാഫിൽ ഇർത്തിബാ ചെയ്യുക. എന്താണത്? തവാഫിൽ വലത് തോൾ അത് പുറത്ത് കാണിക്കുക. എന്നിട്ട് തവാഫിൽ എന്താ? റമൽ ചെയ്യുക. അതെ, നടക്കുകയല്ല, ഓടുന്നത് പോലെ നടക്കുക. അടുത്തടുത്ത് കാലുവെച്ച് വേഗത്തിൽ നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തവാഫ് ചെയ്യുമ്പോൾ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത് ഹിജറിന്റെ ഭാഗത്താണ്. ഹിജർ ഇസ്മായിൽ എന്ന് ജനങ്ങൾ പറയുന്ന ആ പേര് തെറ്റാണ്, ഹിജർ എന്നാണ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, കാബയുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയ മതിൽ ഇങ്ങനെ കാണാമല്ലോ. ആ ഭാഗം കൂടി യഥാർത്ഥത്തിൽ കാബയാണ്. കാബയുടെ ഉള്ളിലാണ് അത് വരേണ്ടത്. മുശ്രിക്കുകൾ അങ്ങനെ എടുത്തതാണ്, പൈസ ഇല്ലാണ്ട്. ആ ഭാഗത്തായിരുന്നു മുശ്രിക്കുകൾ നോക്കിയിരിക്കുന്നത്. അതിന് നേരെ ഇപ്പുറത്തെ ഭാഗം ഏതാണ്? റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗം. റസൂലുള്ള പറഞ്ഞു, ആ ഭാഗം നടക്കുമ്പോൾ നിങ്ങൾ ഈ വേഗത്തിൽ നടക്കുക, ഈ ഭാഗത്തെത്തിയാൽ മെല്ലെ നടക്കുക. കാരണം എന്താ? മുഴുവനായിട്ട് ഓടിയാൽ ക്ഷണിച്ചുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അത് ശത്രുക്കളോട് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. പിന്നീട് മുസ്ലിമീങ്ങളുടെ സുന്നത്തായി തന്നെ അത് മാറുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നമ്മുടെ മുൻഗാമികളൊക്കെ അത് സുന്നത്തായി തന്നെ
ചെയ്യാറുണ്ട്. തവാഫിന് മാത്രമാണ്. ചില ആളുകൾ ഉംറയും ഹജ്ജും തീരുന്നവരെ ഇത് മാറ്റുകയില്ല, തെറ്റാണ്. തവാഫിന് മാത്രമാണ് വലത് കൈ അത് പുറത്ത് കാണിക്കേണ്ടതുള്ളൂ. അതുപോലെ നമ്മൾ ഉംറ ചെയ്യുമ്പോൾ ആ മക്കയിലെത്തിയ ഉടനെയുള്ള തവാഫിൽ മാത്രമേ ഇത് റമൽ, ഈ വേഗത്തിൽ ഓടുക എന്നത് വേണ്ടതുള്ളൂ. നമ്മളവിടെ നിന്ന് വീണ്ടും തവാഫ് പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. ഉംറ ഒന്നും ഇല്ലെങ്കിലും തവാഫ് ചെയ്യാം, തവാഫ് സുന്നത്താണ്. സഅയ് ഉംറയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വെറുതെ സഅയ് ചെയ്യാൻ പാടില്ല. എന്നാൽ തവാഫ് അവിടെ ഉള്ളപ്പോഴൊക്കെ തവാഫ് ചെയ്യാം. ആ ചെയ്യുമ്പോഴൊന്നും ആദ്യത്തെ 3 ഇതുപോലെ നമ്മൾ റമൽ വേഗത്തിൽ നടക്കേണ്ടതില്ല, സാധാരണ പോലെ ചെയ്താൽ മതി. അത് ആദ്യം എത്തിയാലുള്ള തവാഫിലാണ്. ഹജ്ജിലും അതെ, ആദ്യം എത്തിയാലുള്ള തവാഫിലാണ് ഈ റമൽ ചെയ്യേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ ഉംറ നിർവഹിക്കുകയും 3 ദിവസം മക്കയിൽ താമസിക്കുകയും എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ചു പോകുന്നത്. ഹദീസിന്റെ കിതാബുകൾ കാണാം. തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹംസ റളിയല്ലാഹു അൻഹയുടെ മകൾ നബിയെ വിളിക്കുകയാണ്. യാ അം യാ അം യാ അം എന്ന് വിളിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ സഹോദരനാണല്ലോ ഹംസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ഏറ്റെടുത്തു. ആ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയുടെ ഭാര്യയായിരുന്നു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ ഉമ്മാന്റെ സഹോദരിക്കാണ് ഈ കുട്ടിയെ വളർത്താനുള്ള അവകാശം. മറ്റു അലിയും ഒക്കെ ആവശ്യപ്പെട്ടു, ഞങ്ങൾ നോക്കാം ആ കുട്ടിയെ. ഉമ്മാന്റെ സഹോദരിക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഖാലത്ത് ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ സ്ഥാനത്താണ്, ഉമ്മയുടെ സ്ഥാനത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മാന്റെ സഹോദരി എന്ന് തൻ്റെ സഹോദരിയുടെ മക്കളോട്, ഒരു സ്ത്രീക്ക് തൻ്റെ മക്കളോട് എന്ന പോലെ പൊതുവെ സ്നേഹം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുക, ഉമ്മാന്റെ സഹോദരിക്ക് നന്മ ചെയ്യുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. അവർ ഉമ്മയുടെ സ്ഥാനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തിരിച്ചു വരുന്നു. അതിനിടയിലാണ് നബിയും സഹാബത്തും ഖൈബർ വിജയിക്കുന്നത്. ഫത്ഹു മക്കക്കും ഈ രണ്ടാമത്തെ ഖദാഇനും ഇടയിൽ ഖൈബർ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നേടിക്കൊടുക്കുകയുണ്ടായി. ഖൈബർ എന്നാൽ അത് വൻ വിജയമാണ്. കാരണം ഖൈബർ എന്നാൽ ഒരുപാട് സ്വത്തുള്ള, വലിയ കൃഷിയുള്ള, സമ്പന്നമായ ഒരു പ്രദേശമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. ഹുവല്ലദീ, അവനാകുന്നു, അല്ലാഹു ആകുന്നു, അർസല റസൂലഹു, അവന്റെ റസൂലിനെ അയച്ചവൻ, ബിൽഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യദീനുമായി. സന്മാർഗം അഥവാ നല്ല വിജ്ഞാനം, ഏറ്റവും ശരിയായ വിജ്ഞാനം. ദീനിൽ ഹഖ്, യഥാർത്ഥ ദീൻ അഥവാ ഏറ്റവും നീതിപൂർവകമായ പ്രവർത്തനങ്ങളും വിധികളും. ليظهره على الدين كله ولو وكفى بالله شهيدا. എല്ലാ ദീനിനും മുകളിലും ഈ ദീൻ അള്ളാഹു വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് അള്ളാഹു അവൻ്റെ റസൂലിനെ അയച്ചത്. തെളിവ് കൊണ്ടും പ്രമാണം കൊണ്ടുമുള്ള വിജയം എല്ലാ കാലത്തും ഇസ്ലാമിനുള്ളതാണ്. എന്നാൽ സായുധമായ വിജയം അത് എല്ലാ കാലത്തും നൽകുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് നൽകും, അല്ലാത്തപ്പോൾ നൽകുകയില്ല. കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഈ ദീൻ ഹക്കാണെന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മതി സാക്ഷിയായി. കാരണം അള്ളാഹുവിൻ്റെ ദീൻ അത് സത്യമാണ്. അതിനാണ് എല്ലാ നന്മകളും ഉള്ളത്. എല്ലാ തിന്മകളും എതിർക്കപ്പെട്ടിട്ടുള്ളത് ഈ ദീനിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നു ഈ ആയത്ത് കൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ഒരേ ഒരു സ്ഥലം ഈ ആയത്താണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. മുശ്രിക്കുകൾ അത് മായ്ച്ചു കളഞ്ഞാലും, മുശ്രിക്കുകൾ അവരത് മായ്ക്കാൻ പറഞ്ഞാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. എല്ലാ നന്മകളോടും കൂടി, എല്ലാ നല്ല വിശേഷണങ്ങളോടും കൂടിയുള്ള, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ സ്ഥാനമുള്ള, ഏറ്റവും ശരിയായ ദീനെത്തിച്ചു തന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും അനുയായികളുമുള്ള സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമായി ആർക്ക് വേണ്ടിയാണ് തുറക്കപ്പെടുന്നത്? ആ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, ആ നബിയുടെ കൂടെയുള്ളവർ. ഇനി ഉള്ളത് നബിയുടെ സഹാബത്തിനെ കുറിച്ചുള്ള വിശേഷണവും അവരെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പ്രശംസയുമാണ്. രണ്ട് ഉദാഹരണങ്ങൾ അള്ളാഹു അവരെക്കുറിച്ച് പറയുന്നു. അതിലൊന്ന് തൗറാത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്, രണ്ടാമത്തത് ഇഞ്ചീലിൽ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ അള്ളാഹു തൗറാത്തിലും ഇഞ്ചീലിലും വരെ പരാമർശിച്ചിരിക്കുന്നു. കാരണം അത്രയും ശ്രേഷ്ഠതയുള്ളവരാണ് അവർ. നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്, എല്ലാ നബിമാരുടെ സഹാബിമാരെക്കാളും. അള്ളാഹു പറയുന്നു വല്ലദീന മഅഹു, ആ നബിയുടെ കൂടെ ഉള്ളവർ അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് ശിദ്ദത്തുള്ളവരാണ്, അവരോട് കടുത്ത രൂപത്തിൽ പെരുമാറുന്നവരാണ്. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ കാരുണ്യം കാണിക്കുന്നവരാണ്. അഥവാ അള്ളാഹു എങ്ങനെ ഓരോരുത്തരോടും പെരുമാറണമെന്ന് കൽപ്പിച്ചോ, ആരെ സ്നേഹിക്കണം അവരെ സ്നേഹിക്കും, ആരെ വെറുക്കണം, ആരോട് ശത്രുത വേണം അവരോട് അവർ ശത്രുത വെച്ച് പുലർത്തും, അവരോട് എങ്ങനെ പെരുമാറണം അള്ളാഹു കൽപ്പിച്ചതുപോലെ അങ്ങനെ പെരുമാറിയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയാണ്. അവരുമായുള്ള ഇടപാടുകളിൽ എങ്ങനെ വേണം, മുസ്ലിമീങ്ങളുമായുള്ള ഇടപാടുകളിൽ എങ്ങനെ വേണം, അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അതിൽ കൂട്ടാനോ കുറക്കാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ല തന്നെ. തറാഹും, നിനക്കവരെ കാണാം, റുക്കാൻ സുജ്ജദ, റുക്കാൻ സുജ്ജദ, ധാരാളം റുക്കൂഅ് ചെയ്യുന്നവരും ധാരാളം സുജൂദ് ചെയ്യുന്നവരുമായിക്കൊണ്ട്. യബ്തഗൂന, അവർ ആഗ്രഹിക്കുന്നു, ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഔദാര്യവും വറിദ്വാന, അവൻ്റെ തൃപ്തിയും. പടപ്പുകളോടുള്ള അവരുടെ നിലപാടാണ് ആദ്യം പറഞ്ഞത്. സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനോടുള്ള അവരുടെ നിലപാട് എന്താണ്? അവൻ റുക്കൂഅ് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അവൻ്റെ ഫദ്ൽ ഔദാര്യം പ്രതീക്ഷിക്കുന്നവരാണ്. അവൻ്റെ ഫദ്ൽ എന്നാൽ അതിലെല്ലാം പെട്ടു. സ്വർഗം അവൻ്റെ ഫദ്ലാണ്. അതിനു മുകളിലാണ് എന്ത്? അള്ളാഹുവിൻ്റെ തൃപ്തി. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അതുദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ പേരെപ്പോൾ കേട്ടാലും അവർക്ക് വേണ്ടി തർദിയത്ത് പറയുന്നു. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരതിനു വേണ്ടി പണിയെടുത്തവരാണ്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം. അതാണ് ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുകയും ചെയ്യുകയല്ലാതെ മാർഗമില്ല. സീമാഹും, അവരുടെ അടയാളം, ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലുണ്ട്, മിൻ അസരി സുജൂദ്, സുജൂദിൻ്റെ ഫലമായുള്ള അടയാളം. അഥവാ നെറ്റിയിൽ കാണുന്ന സുജൂദിൻ്റെ അടയാളം അല്ല, മറിച്ച് തഖ്വ, ഖുശൂ', അതിൻ്റെ പ്രകാശം അവരുടെ മുഖത്തും ശരീരത്തിലും ഉണ്ടാകും. അവരുടെ ഉള്ളിലുള്ള നന്മയുടെ തിളക്കം അവരുടെ മുഖത്തുണ്ടാകും. അല്ലാതെ നിസ്കാരത്തയമ്പ് എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അത് ജനങ്ങളുടെ തൊലിയുടെ പ്രത്യേകതയാണ്. ചിലരുടെ തൊലിയിൽ വേഗം അതുണ്ടാവും, ചിലർ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്താലും ചിലപ്പോൾ അവർക്ക് മുഖത്തടയാളമൊന്നും കാണണമെന്നില്ല. എന്നാൽ ഈമാനിൻ്റെ ഖൈറിൻ്റെ അടയാളം ഏതൊരു മുസ്ലിമിൻ്റെ മുഖത്തും ഉണ്ടാവുക തന്നെ ചെയ്യും. ذَلِكَ مَثَلُهُمْ فِي التَّوْرَاةِ, അതാണ് തൗറാത്തിൽ അവരുടെ ഉദാഹരണം. സുജൂദും റുക്കൂഉം ധാരാളം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെക്കുറിച്ച് തൗറാത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ അവരുടെ ഉദാഹരണം കസറഇൻ, ഒരു ചെടി പോലെയാണ്. അഖ്റജ, അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഷത്അഹു, ഷത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് അതിൻ്റെ ചുറ്റും അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടുന്ന ചെറിയ ചെറിയ ചെടികളുണ്ട്. ഇത് വന്നാൽ എന്ത് സംഭവിക്കും? ഫആസറഹു, ഈ ചെറിയ മുളച്ചു പൊങ്ങിയ ചെടികൾ ഇതിനെ ശക്തിപ്പെടുത്തി. ഫസ്തഗ്ലദ, അപ്പോൾ ഈ ചെടി ശക്തിപ്പെട്ടു. ഫസ്തവ, നേരെ നിന്നു. അലാ സൂഖിഹി, അതിൻ്റെ കാണ്ഡത്തിന്മേൽ നേരെ നിന്നു. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായി അത് വിവരിക്കുകയുണ്ടായി. അതായത് അവരിൽ പിന്നീട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർ നേരത്തെ ഇസ്ലാമിൽ കാലുറപ്പിച്ച സഹാബികളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരെ ശക്തിപ്പെടുത്തുകയും അവരെ സഹായിക്കുകയും അങ്ങനെ അവരെല്ലാവരും ഒരൊറ്റ സംഘമാവുകയും ചെയ്തു. യുഅ്ജിബു സുറാഅ, അത് കൃഷിക്കാരനെ അത് അത്ഭുതപ്പെടുത്തുന്നു, കർഷകനെ അത് അത്ഭുതപ്പെടുത്തുന്നു, അവന് ഏറെ സ്നേഹമുണ്ടാകുന്നതിനോട്. ലിയഗീള ബിഹിം, അവരെ കൊണ്ട് വിദ്വേഷമുണ്ടാകാൻ, അൽ കുഫാർ, കാഫിറുകൾക്ക്. മാലിക് റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വെറുക്കുന്നവർ കാഫിറുകളാണ്, ഇസ്ലാമിന് പുറത്താണ്. കാരണം അള്ളാഹു
സഹാബത്തിനെ വെറുക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? കുഫാറുകൾ, റാഫിദ്, ഷിയഈ കക്ഷികൾ. അവരിലെ കടുത്ത വിഭാഗക്കാരായ ജാഫരി, ഇസ്നാ അശരി വിഭാഗങ്ങൾ, ഇറാൻ ഭരിക്കുന്ന, സിറിയ ഭരിക്കുന്ന ആളുകളെപ്പോലെയുള്ള ആളുകൾ കുഫാറുകളാണെന്നതിൽ മുസ്ലിം ഉമ്മത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, യാതൊരു സംശയവും അതിലില്ല. കാരണം ഇതുമാത്രമല്ല, അതിനപ്പുറത്തുള്ള ഏറ്റവും കടുത്ത ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അലി റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ അവതാരമാണെന്നതുപോലെയുള്ള വിശ്വാസമുള്ളവരാണ് നുസൈരി, ഇസ്നാ അശരി പോലെയുള്ള ആളുകൾ. അഹ്ലുസുന്നത്തായ നമ്മളെ കൊല്ലുക എന്നുള്ളത് അവർക്ക് ഇബാദത്താണ്. അഹ്ലുസുന്നത്തിന്റെ കുട്ടികളൊക്കെ കത്തിയെടുത്ത് അറുക്കുക എന്നുള്ളത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അസ്സലാമു അലൈക യാ അലി എന്ന് പറഞ്ഞ് കുട്ടികളെ അറുക്കുക, അത്രയും വൃത്തികെട്ട ഇസ്ലാമിക സമൂഹത്തിൽ സകല കുഴപ്പങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദവും ഒക്കെ ഉണ്ടാക്കിവിടുന്ന വിഭാഗമാണവർ. അള്ളാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അളീം. വഅദല്ലാഹ്, അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി മിൻഹും, അവരിൽ ഈമാനും സാലിഹായ അമലും ഈമാനുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് മഗ്ഫിറതൻ, അള്ളാഹുവിന്റെ പാപമോചന വാഗ്ദാനം ചെയ്തിരിക്കുന്നു, വഅജ്റൻ അളീമ, മഹത്തായ പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റസൂലിൻ്റെയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിൻ്റെയും കൂടെ അള്ളാഹു നമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.